ഹായ് ഫ്രണ്ട്സ്, റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്കാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഈ വീഡിയോയിൽ ഊട്ടിയിലെ കാഴ്ചകളല്ല പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അട്ടപ്പാടി വനമേഖലയിലൂടെ പുലർച്ചെ കടന്നു പോകുന്ന തരത്തിലാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പറയുന്ന റൂട്ടാണ് ഈ അട്ടപ്പാടി ആനക്കട്ടി വഴി മുള്ളി റൂട്ട്. ഈ റൂട്ടിലൂടെയുള്ള രാത്രി യാത്ര റിസ്ക്കാണ്, അതുപോലെ തന്നെ പെർമിറ്റഡും അല്ല. ഇപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 കിലോമീറ്റർ മാത്രമാണ് മുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ. ഫോറസ്റ്റ് ഏരിയയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ട്രൈബൽ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡാണ്. റോഡിൽ തീരെ തിരക്കൊന്നുമില്ല, നല്ല റോഡാണ്. ഒരു ആദിവാസി ഊര് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് ഒരു ഊരിലേക്കുള്ള ബൈ റോഡിൽ ഞങ്ങൾ തിരിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു. ഊരിന് പുറത്തുള്ളവർക്ക് അനുമതിയോടെ മാത്രം പ്രവേശനമുള്ളൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. വളരെ അതിരാവിലെ ആയതുകൊണ്ട് ഇനി അനുമതി വാങ്ങി അവിടെ പ്രവേശിക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതാണ് കേരള അതിർത്തി. ഇവിടെ നിന്ന് 100 മീറ്റർ വനത്തിലൂടെ ഓഫ് റോഡ് ചെന്നപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു. തമിഴ്നാട് വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റാണ്. നിർഭാഗ്യവശാൽ ഈ ചെക്ക് പോസ്റ്റ് വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശനം ഇല്ല. ഈ റൗണ്ടിൽ കാണുന്ന സ്ഥലത്താണ് ചെക്ക് പോസ്റ്റ്. ഇനി ഇതുപോലെ ചുറ്റിത്തിരിഞ്ഞ് വേണം ഇതേ സ്ഥലത്തെത്താൻ. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണെന്നും ഇതിലെ എൻട്രി ഇല്ല എന്നുള്ള വിവരം അറിയില്ല എന്നും പറഞ്ഞു നോക്കി. നോ രക്ഷ, ഇവിടെ നിന്നാൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് വീഡിയോ പോലും എടുക്കാൻ അനുവദിക്കാതെ മടക്കി അയച്ചു. ഇനി 47 കിലോമീറ്റർ സഞ്ചരിച്ച് ആനക്കട്ടി വഴി കറങ്ങി വേണം ഇവിടെ എത്താൻ. അതിമനോഹരമായ റൂട്ടാണെന്നും പകൽ സമയങ്ങളിൽ ഇതിലെ പ്രവേശനം അനുവദിക്കും എന്നും ചില ടാക്സി ഡ്രൈവർമാരോട് സംസാരിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇതിൽ വന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ വഴി പ്രവേശനം ഇല്ല എന്ന് പറയുന്നു. ഞങ്ങളോടൊപ്പം ഒരു ട്രാവലർ കൂടി ഉണ്ടായിരുന്നു, അവരെയും മടക്കി അയച്ചു. ഗൂഗിൾ മാപ്പ് വന്നതോടുകൂടി ആളുകളോട് വഴി ചോദിച്ച് പോകുന്ന ഒരു ശീലം ഇല്ലാതായി. അതായിരിക്കും ഈ അബദ്ധം പിണയാൻ കാരണമായത്. കാരണം ആരോടെങ്കിലും നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ ഈ വഴി കടത്തിവിടില്ല എന്ന് പറയുമായിരുന്നു. ഈ കാണുന്നത് പോലെ ചുറ്റി വളഞ്ഞ് വീണ്ടും ഞങ്ങൾ മുള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ മറ്റൊരു ചെക്ക് പോസ്റ്റ്. ഇവിടെ വിചിത്രമായ മറ്റൊരു നിയമം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമാണ് ഈ വഴി കടത്തിവിടുകയുള്ളൂ. ഈ റൂട്ടിൽ ആനശല്യം രൂക്ഷമായതിനാലാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രം, അതായത് പ്രാദേശികമായ ആളുകൾക്ക് മാത്രമാണ് ഈ വഴി പ്രവേശനമുള്ളൂ എന്നാണ് പറയുന്നത്. ഊട്ടിക്ക് പോകണമെങ്കിൽ മേട്ടുപ്പാളയം, കുനൂര് ചുറ്റി ഇതുപോലെ കറങ്ങി വേണം ഊട്ടിക്ക് പോകാൻ. ജീവിതത്തിൽ ആദ്യമായാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അബദ്ധം പറ്റുന്നത്. നിരവധി സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലും കർണാടകയിലുമായി നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എറണാകുളത്ത് നിന്ന് ഊട്ടിക്ക് പോകുമ്പോൾ കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, കുനൂർ വഴിയാണ് ഊട്ടി. 280 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും മേട്ടുപ്പാളയം, കുനൂർ വഴി ഊട്ടിയിലെത്തിയപ്പോൾ 410 കിലോമീറ്ററായി. ഊട്ടിയിൽ ചെന്ന് റൂമെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം ഊട്ടിയിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് ഉച്ചയോടുകൂടി മടങ്ങുകയായിരുന്നു. മടങ്ങി വരുന്നത് സോഷ്യൽ മീഡിയ വൈറലാക്കിയ മസനഗുഡി വഴി ആകാമെന്ന് വിചാരിച്ചു. ഊട്ടിയിൽ നിന്ന് മസനഗുഡിക്ക് തിരിയുന്ന വഴിയിൽ ഒരു പോലീസുകാരൻ തടഞ്ഞു. ഈ വഴിയിൽ പ്രവേശനം ഇല്ല എന്ന് പറയുന്നു. ഞങ്ങൾ വാഹനം കുറച്ചു മാറ്റി നിർത്തി എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ ഒരാളെ ഞങ്ങളുടെ വാഹനത്തിനടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അവിടുത്തെ ടാക്സി ഡ്രൈവറാണെന്ന് അയാൾ പരിചയപ്പെടുത്തുന്നു. ഇതുവഴി തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമാണ് പ്രവേശനമുള്ളൂ എന്നും തമിഴ്നാട്ടുകാരനായ ഡ്രൈവർ ഉണ്ടെങ്കിൽ വാഹനം കടത്തിവിടുമെന്നും പറയുന്നു. 1000 രൂപയാണ് അയാൾക്ക് ചാർജ് വരുന്നത്. എത്ര വിചിത്രമായ നിയമം! വന്യമൃഗശല്യങ്ങളും ഹെയർപിൻ വളവുകളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമമെന്ന് പറയുന്നു.
എന്നാൽ മസനഗുഡി വഴി ഹെയർപിൻ വളവുകൾ കയറി ഊട്ടിക്ക് പോകുന്നതിന് ഈ നിയമം ബാധകമല്ല. എല്ലാ വാഹനങ്ങളും കടത്തിവിടും. എന്നാൽ പിന്നെ മസനഗുഡി വഴി ഊട്ടിക്ക് മറ്റൊരു ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ച് നാടുകാണി ചുരം വഴി ഞങ്ങൾ മടങ്ങി. ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ പുതിയ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കൂടാതെ തമിഴ്നാട്ടിൽ നിലവിൽ 1 ലിറ്റർ, 1/2 ലിറ്റർ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിരോധിച്ചിരിക്കുകയാണ്. വാഹനത്തിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബോട്ടിലിന് 20 രൂപ വീതം ഫൈൻ ഈടാക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.